സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പന്തളം നഗരസഭയിൽ ഇടതുമുന്നണി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇടതുമുന്നണിയുടെ പ്രചരണത്തിനോടൊപ്പമാണുള്ളത്. അജിത് താർപിള്ള മുൻ അധ്യാപകനായിരുന്നു. അദ്ദേഹം വീടുകൾ കയറി വോട്ടഭ്യർത്ഥന നടത്തുകയാണ്. പന്തളം നഗരസഭയിലെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ തവണ BJP വലിയ മുന്നേറ്റം നടത്തിയ നഗരസഭയാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ തന്നെ വളരെ ആഘാതമുണ്ടാക്കിയൊരു വിജയമായിരുന്നു BJPയുടേത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ തിരിച്ചു പിടിക്കുന്നത് നഗരസഭ? കഴിഞ്ഞ വർഷം ഉണ്ടായത് ഒരു ആഘാതം തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉള്ളൊഴുക്കുകൾ ഉണ്ടാക്കിയെടുത്തിരുന്നവർ. പക്ഷേ ഇപ്രാവശ്യം അവർ സ്വയം തെളിയിച്ചിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് അതിന് പറ്റിയവരല്ല എന്നുള്ളത്. കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ സർക്കാർ അനുവദിച്ചിട്ട് പോലും അതിനൊരു കൃത്യമായ പ്രൊജക്റ്റ് വെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു പരിപാടിയും ശാശ്വതമായൊരു മാറ്റം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മൃഗീയമായ രീതിയിൽ അവരുടെ എണ്ണം ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ട് പോലും, കേന്ദ്രത്തിൽ അവരുടെ ഭരണകൂടം ഉണ്ടായിട്ട് പോലും, നിറയെ പണം ഇവിടെ പമ്പ് ചെയ്യാമായിരുന്നിട്ട് പോലും ഒട്ടും തന്നെ അവർ അതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പരസ്പരം പോർവിളിച്ചും അസഭ്യ ഭാഷണത്തിലൂടെ പന്തളം നഗരസഭയെ നാട്ടുകാരുടെ മുമ്പിൽ, ഈ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർ നടത്തി എന്നുള്ളത് ഈ നാട്ടുകാർക്കറിയാം. നാട്ടുകാർ പ്രതികാരത്തോടുകൂടി തന്നെ കാത്തിരിക്കുകയാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ പന്തളം നഗരസഭയിൽ കേരളത്തിലെ BJPയുടെ രണ്ടാമത്തെ നഗരസഭയെന്ന് അവർ അവകാശപ്പെടുന്നതിൻ്റെ അക്കൗണ്ട് പൂട്ടും എന്ന പ്രശസ്തമായ വാക്ക് ഞാൻ എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറേ, ഈ ശബരിമലയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് പന്തളം. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ നിൽക്കുകയാണ്. അത് ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യുമോ? ഒരിക്കലുമില്ല. കാരണം അതിനകത്ത് വന്നിരിക്കുന്ന പ്രതികളെ ഓരോരുത്തരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് തെളിയിക്കും. അവർ നിരപരാധികളാണെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ടവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആര് ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കും. ഒരു തരത്തിലും മുന്നണി അവരെ പിന്തുണയ്ക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അത് നടപ്പാക്കുകയും ചെയ്യും. മാത്രമല്ല, അതിൻ്റെ പിന്നിലെ ആശാന്മാരെന്ന് പറയപ്പെടുന്നവർ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചോളൂ. ദേവസ്വം ബോർഡിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവർ ഓരോരുത്തരും കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കന്മാർ കൂടിയായിരുന്നു. അത് പലരെയും വഴിതെറ്റിച്ചും തെറ്റായ രീതിയിൽ രേഖകൾ സമർപ്പിച്ചും, എന്തിന് മിനിറ്റ്സ് പോലും തിരുത്തിയും, ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്, മിനിറ്റ്സ് പോലും തിരുത്തിക്കൊണ്ടുമാണ് പല നടപടികളും എടുത്തതെന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. പലപ്പോഴും ഈ മണ്ണ് അയ്യപ്പൻ്റെയും കൂടിയാണ്, ഈ മണ്ണ് വിശ്വാസികളുടേത് കൂടിയാണ്. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെയും അയ്യപ്പൻ്റെയും മണ്ണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങൾ കരുതുന്ന ഇത് തൊഴിലാളി വർഗത്തിൻ്റെ സമരത്തിൻ്റെ മണ്ണ് കൂടിയാണ്. ഇവിടെ ആറാട്ടുപുഴ വേലായുധപ്പടിക്കരെ പോലെയുള്ളവർ നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് അവകാശമില്ലാതിരുന്ന കമ്മൽ ധരിപ്പിച്ചുകൊണ്ട് പ്രതിഷേധപൂർവ്വം നടന്ന ഇടമാണ് ഈ പന്തളം ജംഗ്ഷൻ, കുറുന്തോട്ടയം എന്ന് പറയുന്ന മണ്ണ്. ഇവിടെ അങ്ങനെ ശാശ്വതമായൊന്നും അവർക്ക് പിടിച്ചടക്കാൻ കഴിയില്ല. കുറച്ച് നേരത്തേക്ക് ഒരു ദിവ്യപ്രഭയുടെ മുമ്പിൽ മങ്ങിയ വെളിച്ചത്തിലേക്ക് എത്തുന്ന ഈയാമ്പാറ്റുകളെ പോലെ ആളുകളെ തടുത്തുകൂട്ടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സത്യം അത് വിജയിച്ചിരിക്കും, അത് തെളിയിച്ചിരിക്കും. ഇടതുപക്ഷ മുന്നണി സൂര്യശോഭയോടുകൂടി തന്നെ ഈ പന്തളം മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലും തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇടതുമുന്നണിയുടെ പ്രവർത്തകരുടെ വിശ്വാസം. ഇത്തവണ പ്രചരണം ആദ്യം തുടങ്ങിയത് ഇടതുപക്ഷമാണ്. ആ മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു മേൽക്കോയ്മ സ്വാഭാവികമായിട്ടും ഇലക്ഷനും അന്വേഷണം വരുന്ന ഫലത്തിലുമൊക്കെ പ്രതിഫലിക്കുമോ? എല്ലാ കാലങ്ങളിലും, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആദ്യമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് മുന്നേറുന്നത്. കാരണമുണ്ട്. ഇതൊരു സുസംഘടിതമായൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റ് ജനകീയ സംഘടനകളും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അടിത്തറയോടുകൂടിയാണ്. അവർക്ക് നേരത്തെ അറിയാം, ഞങ്ങളത് നേരത്തെ തയ്യാറായിട്ടുണ്ടാവും. പിന്നീട് ഔദ്യോഗികമായ ചില കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണം പ്രഖ്യാപനങ്ങളിലേക്ക് പോകാൻ. അതിൻ്റെ താമസം മാത്രമേ ഇടതുമുന്നണിക്ക് പണ്ടും ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ മുന്നിൽ തന്നെയാണ് മുന്നേറിയിട്ടുണ്ട്. അവിടെ ഇന്നലെ BJP ആയിരുന്നവർ കോൺഗ്രസ്സിലേക്കും, കോൺഗ്രസ് ആയിരുന്നവർ BJPയിലേക്കും, അവിടേക്കും ഇവിടേക്കും ഓടി നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥികളായിക്കൊണ്ടിരിക്കുകയാണ് പല വാർഡുകളിലും. അത് ഇതുവരെ അവർക്ക് ഉറപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായൊരു സത്യം. ഈ പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന പരിചയം ഈ ജനപ്രതിനിധിയാകുമ്പോൾ മുതൽക്കൂട്ടാകുമോ? തീർച്ചയായും അങ്ങനെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ ഒരു പക്ഷേ ഇത്തരം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാതെ സംഘടനാ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പന്തളം മുനിസിപ്പാലിറ്റി പോലെയുള്ളൊരു മുനിസിപ്പാലിറ്റിയിൽ വളരെ ഗൗരവത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ പാർട്ടിയും മുന്നണിയും
എന്നോടുകൂടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായും അവരെന്നിൽ എന്തെങ്കിലും കണ്ടിട്ടാകും. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ 30 വർഷക്കാലത്തെ അധ്യാപന ജീവിതവും സംഘടനാ പ്രവർത്തന അനുഭവങ്ങളും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ പ്രകടന പത്രികകൾ തയ്യാറാക്കുന്നതിലുമൊക്കെ ഒരല്പം പങ്കാളിയായിരുന്നു ഞാനെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ തീർച്ചയായും ഈ നാട്ടിലെ മനുഷ്യന് വേണ്ടി ഗുണപ്രദമായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏതായാലും സ്ഥാനാർത്ഥി വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്. പന്തളം നഗരസഭ തിരിച്ചു പിടിക്കുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. പന്തളത്ത് നിന്ന് നന്ദുഷായസ്, മീഡിയ 1 പത്തനംതിട്ട.